शुक्लां भरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। पूजन्तं राम रामीति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेश्वरविश्वरूपं नमो कुञ्जत्थिरुमार्यपादम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वदात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। ഹരി ഓം. ഇന്ന് നമുക്ക് വനയാത്ര മുതൽ വാൽമീകിയുടെ പൂർവകഥ വരെയാണ് പറയാനുള്ളത്. അപ്പൊ തുടങ്ങാം. വനയാത്രയ്ക്കിറങ്ങാനായി പിതാവിന്റെ വാസസ്ഥാനത്തെത്തിയ ശ്രീരാമൻ ദുഃഖമില്ലാതെ കൈകേയി മാതാവിനോട് പറഞ്ഞു, അമ്മേ, അവിടുന്ന് മനസ്സിലെ ദുഃഖം വെടിഞ്ഞാലും ലക്ഷ്മണനും സീതയും ഈ ഞാനും സന്തോഷത്തോടെ പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി അച്ഛൻ ഖേദമില്ലാതെ ഞങ്ങളെ പോകാൻ ആജ്ഞാപിക്കുകയേ വേണ്ടൂ. വസിഷ്ഠനെ നമസ്കരിച്ചിട്ട് ദശരഥൻ സുമന്ത്രരോട് പറഞ്ഞു, രാമചന്ദ്രന്റെ യാത്രയ്ക്ക് വേണ്ടി രാജകീയമായ രഥം ഉടനെ ഏർപ്പാട് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രീരാമന്റെ മുഖകമലം നോക്കി മകനെ രാമ, ലക്ഷ്മണ, സീതേ, രാമ എന്നിങ്ങനെ വിളിച്ചു കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ വീണുരുണ്ടു. അപ്പോഴേക്കും സുമന്ത്രർ തേരുപൂട്ടിക്കൊണ്ട് വന്നു. 3 പേരും പിതാവിനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് താണു തൊഴുതുകൊണ്ട് രഥത്തിൽ കയറി യാത്രയായി. ശ്രീരാമചന്ദ്രൻ അകന്നു മറഞ്ഞപ്പോൾ രാജാവ് ബോധം കെട്ടു വീണു. വളരെ നേരം നിലവിളിച്ചു കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ദശരഥൻ പരിചാരകന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ എടുത്ത് ശ്രീരാമന്റെ മാതാവായ കൗസല്യയുടെ ഗൃഹത്തിലാക്കുക. രാമനെ പിരിഞ്ഞു ഞാൻ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ലെന്നത് തീർച്ചയാണ്. അതുകേട്ട് ഭൃത്യന്മാർ രാജാവിനെ എടുത്ത് കൗസല്യയുടെ ഭവനത്തിലാക്കി. അപ്പോൾ രാജാവ് വീണ്ടും മോഹാലസ്യപ്പെട്ടു. പിന്നീട് ഉണർന്നപ്പോൾ ദുഃഖിതയായി അരികത്തിരിക്കുന്ന കൗസല്യയോടൊപ്പം രാജാവ് കരഞ്ഞു തുടങ്ങി. സന്ധ്യയോടെ തമസാ നദിയുടെ തീരത്തെത്തിയ ശ്രീരാമചന്ദ്രൻ അന്ന് അവിടെ വസിച്ചു. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നിരാഹാരനായി സീതയോടൊപ്പം ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. അമ്പും വില്ലും ധരിച്ച് ലക്ഷ്മണൻ അടുത്തായി തന്നെ കാവൽ നിന്നു. ശ്രീരാമന്റെ ചുറ്റുമായി കിടന്നുറങ്ങിയിരുന്ന പൗരജനങ്ങൾ അടുത്ത ദിവസം രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ രാമനെ കാണാഞ്ഞ് കരഞ്ഞുകൊണ്ട് നഗരത്തിലേക്ക് തിരിച്ചുപോയി. സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമനെ നിരന്തരം ചിന്തിച്ച് ദുഃഖിതരായി അവർ മനഃശുദ്ധിയോടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് വസിച്ചു. ശേഷം ഗുഹാസംഗമം. രാമന്റെ ആഗമന വാർത്ത സന്തോഷത്തോടെ ഗുഹൻ കേട്ടറിഞ്ഞു. തന്റെ സ്വാമിയും ഇഷ്ടമിത്രവുമായ ശ്രീരാമദേവനെ കണ്ടു വണങ്ങി ഭക്തിപൂർവ്വം ദണ്ഡ നമസ്കാരം ചെയ്തു. ഭഗവൻ, ഇന്നു ഞാൻ കൃതാർത്ഥനായി. ഈ കാട്ടാളജന്മം പവിത്രമായി. ഈ നൈഷാദരാജ്യം ഒരു ദോഷവുമില്ലാത്തതാണ്. ഈ രാജ്യത്തെയും അങ്ങയുടെ കിങ്കരനായ ഇവനെയും സങ്കടമുണ്ടാക്കാതെ രക്ഷിച്ചാലും അങ്ങ് സന്തോഷത്തോടെ എന്നെന്നും ഇവിടെ തന്നെ വസിക്കണം. അങ്ങയുടെ പാദപാംസുക്കൾ കൊണ്ട് എന്റെ അന്തഃപുരം ഇന്ന് പവിത്രമാക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഗുഹനോട് മന്ദഹാസത്തോടെ ശ്രീരാമൻ പറഞ്ഞു, വനവാസക്കാലം കഴിയുന്നതുവരെ അന്യർ തരുന്നതൊന്നും അനുഭവിക്കേണ്ട എന്ന് വിചാരിക്കുന്നു. അതിനാൽ ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് പ്രയാസം തോന്നരുത്. ഉടനെ നീ കുറച്ച് പേരാലിൻ കറ കൊണ്ടുവന്നു തരിക. ആ മരക്കറയും ഭസ്മവും ചേർത്ത് തലമുടി ജട പിടിപ്പിച്ചു കെട്ടി ലക്ഷ്മണൻ ദർഭയും മറ്റും വിരിച്ചു തയ്യാറാക്കിയ തൽപ്പത്തിൽ ശ്രീരാമൻ സീതാദേവിയോടൊത്ത് ജലം മാത്രം കുടിച്ചുകൊണ്ട് മുൻപ് മാളികമുറിയിലെ സുഖശയ്യയിലെന്ന പോലെ ശയിച്ചു.
ഇത് കണ്ട ഗുഹൻ ശ്രീരാമന് ഈ ദുഃഖം വന്നതിനു കാരണം ആ കൈകേയിയാണ്. മന്ദരയുടെ മനോഗതത്തിനു വഴങ്ങി കൈകേയിയാണ് ഈ മഹാപാപം പ്രവർത്തിച്ചത്. ഗുഹന്റെ വാക്കുകൾ ഈ വിധം കേട്ടിട്ട് ലക്ഷ്മണൻ മറുപടി പറഞ്ഞു: സുഹൃത്തെ, എന്റെ വാക്കു കേൾക്കൂ. എപ്പോഴും രാമനാമം ജപിക്കുക. ആരുടെയും ദുഃഖത്തിന് മറ്റാരും കാരണക്കാരല്ല. ആർക്കും സുഖം കൈവരുന്നതിന് മറ്റാരും കാരണമാകുന്നില്ല. മുൻജന്മത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളാണ് സകല ലോകരുടെയും സുഖദുഃഖങ്ങൾക്കും കാരണമാകുന്നത്. സുഖവും ദുഃഖവും ദാനം ചെയ്യാൻ ആരും ശക്തരല്ല. ഒരുവൻ എനിക്ക് സുഖം നൽകുന്നുവെന്നും മറ്റൊരാൾ എനിക്ക് ദുഃഖം നൽകുന്നുവെന്നുമുള്ള തോന്നൽ ഉണ്ടാകുന്നത് അജ്ഞാനികൾക്കാണ്. വിദ്വാൻമാർക്കും അങ്ങനെയുള്ള വിചാരം ഉണ്ടാകുന്നതേയില്ല. മനസ്സിലെ വൃദ്ധാഭിമാനം കൊണ്ടാണ് ഞാൻ കർത്താവാണ് എന്ന തോന്നൽ ഉളവാകുന്നത്. സകല ജനങ്ങളും സ്വന്തം കർമ്മങ്ങളാകുന്ന ചരടിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം കർമ്മങ്ങൾക്കനുസരിച്ച് സുഖഭോഗങ്ങൾ കൈവരുന്നു. കൂട്ടുകാരൻ, ശത്രുവും മിത്രവും അല്ലാത്തവർ, ബന്ധു, വിരോധി, മധ്യസ്ഥൻ, സുഹൃത്തുക്കൾ എന്നിങ്ങനെയുള്ള ഭേദചിന്തകൾ വിചിത്രമാണ്. സ്വന്തം കർമ്മങ്ങൾ ഓരോ പരിതസ്ഥിതിയിലും ഏതു തരത്തിൽ കരുതപ്പെടുന്നുവോ അവിടെ ആ വിധത്തിൽ തന്നെയാകുന്നു. സുഖദുഃഖങ്ങൾ എല്ലാം സ്വന്തം കർമ്മങ്ങൾക്കനുസരിച്ചാണെന്ന് വിചാരിച്ച് ഓരോ കാലത്തും വന്നു ചേരുന്നതെല്ലാം അനുഭവിച്ച് സ്വസ്ഥനായി വസിക്കണം. സുഖഭോഗങ്ങളെ അത്യാർത്തിയോടെ ആഗ്രഹിക്കുകയും വേണ്ട. ഭാഗ്യലബ്ധമായ സുഖങ്ങളെ ഉപേക്ഷിക്കുകയും വേണ്ട. ശുഭമോ അശുഭമോ ആയ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ മനസ്സിൽ ആഹ്ലാദമോ വിഷാദമോ ഉണ്ടാകേണ്ടതുമില്ല. വിധിവിഹിതമായി മനുഷ്യ ശരീരം ലഭിക്കുന്നത് തന്നെ പുണ്യപാപങ്ങളുടെ ഫലമായിട്ടാണ്. സുഖദുഃഖങ്ങൾ എല്ലാവർക്കും ജന്മസിദ്ധമാണ്. അവയെ ഒഴിവാക്കാൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ പോലും കഴിയുകയില്ല. ലോകജീവിതത്തിൽ സുഖത്തിനു ശേഷം ദുഃഖവും ദുഃഖത്തിനു ശേഷം സുഖവും രാപ്പകലുകൾ എന്ന പോലെ മാറി മാറി വരും. ചിലപ്പോൾ ദുഃഖത്തിനിടയ്ക്ക് സുഖവും സുഖാനുഭവങ്ങൾക്കിടയ്ക്ക് ദുഃഖവും ഉണ്ടാകും. വെള്ളവും ചെളിയും എന്ന പോലെ രണ്ടും പരസ്പരം ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അറിവുള്ളവർ ധൈര്യത്തോടെ ഹൃദയത്തിൽ ശോകവും ആഹ്ലാദവും ഇല്ലാതെ കഴിയുന്നു. ഇഷ്ടമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അനിഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും എല്ലാം മായയാണെന്ന വിചാരത്തോടെ വിദ്വാൻമാർ സന്തുഷ്ടരായി കഴിയുന്നു എന്നിങ്ങനെ ലക്ഷ്മണൻ പറഞ്ഞു നിർത്തി. പിറ്റേ ദിവസം അരുണോദയത്തിൽ നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് 4 പേരും കൂടി ഭരദ്വാജാശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു. പെട്ടെന്ന് ദേവി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവെ തന്നെ തോണി മറുകരയിലെത്തി. തോണിയിൽ നിന്നിറങ്ങിയ ഗുഹൻ ശ്രീരാമനോട് അപേക്ഷിച്ചു: അങ്ങയെ അനുഗമിക്കാൻ അടിയനെ അനുവദിക്കണം, അല്ലെങ്കിൽ ലോകനാഥ, അടിയൻ ജീവത്യാഗം ചെയ്യും. നിഷാദൻ പറഞ്ഞത് കേട്ട് ശ്രീരാമൻ സന്തോഷത്തോടെ പറഞ്ഞു: സത്യമായും 14 വർഷം വനത്തിൽ വസിച്ചിട്ട് ഞാൻ വേഗം ഇങ്ങു വരും. നീ ദുഃഖിക്കാതെ ഇവിടെ വസിക്കുക. രാമന്റെ വാക്ക് ഒരിക്കലും അസത്യമാവുകയില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആലിംഗനം ചെയ്തിട്ട് ശ്രീരാമൻ ഭക്തനെ യാത്രയാക്കി. ഗുഹൻ വീണ്ടും തോണിയിലേറി സ്വഗൃഹത്തിലേക്ക് പോയി ചിന്താകുലനായി വസിച്ചു. പിറ്റേന്നാൾ സൂര്യോദയത്തിനു ശേഷം നിത്യകർമ്മങ്ങൾക്ക് കഴിച്ചിട്ട് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തി. ഉടനെ ഭരദ്വാജൻ അർഘ്യപാദ്യാദികൾ എടുത്തുകൊണ്ട് ശ്രീരാമന്റെ സമീപത്തെ എത്തി. അദ്ദേഹത്തെയും ലക്ഷ്മണനെയും ഭക്തിപൂർവം പൂജിച്ചു. മഹർഷി അവരെയെല്ലാം ആശീർവദിച്ചിട്ട് അരുളി ചെയ്തു: വേദസ്വരൂപ, അങ്ങയുടെ പാദപാംസുക്കൾ കൊണ്ട് എന്റെ ആശ്രമത്തെ പരിശുദ്ധമാക്കിയാലും. ശ്രീരാമൻ ഭരദ്വാജനെ വന്ദിച്ചിട്ട് ആദരപൂർവം പറഞ്ഞു: മഹർഷി, ക്ഷത്രിയരായ ഞങ്ങളെ സന്തോഷത്തോടെ അനുഗ്രഹിക്കണം. ഈ വിധം സംഭാഷണങ്ങളിൽ മുഴുകി മുനിയോടൊത്ത് ശ്രീരാമൻ ആശ്രമത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. പിന്നീട് ഭരദ്വാജൻ നിർദ്ദേശിച്ച വഴിയിലൂടെ നടന്ന് അവർ വേഗത്തിൽ ചിത്രകൂട പർവ്വതത്തിലെത്തി. അവിടെ അടുത്തായി തന്നെ വാൽമീകി മഹർഷിയുടെ പാവനമായ ആശ്രമമുണ്ട്. ആശ്രമത്തിൽ വിരാജിക്കുന്ന മുനിശ്രേഷ്ഠനായ വാൽമീകിയെ കണ്ട് ശ്രീരാമൻ നമസ്കരിച്ചു. മുൻപിലെത്തിയ ചാപബാണങ്ങൾ അണിഞ്ഞ് ജടാമകുടത്തോടെ മുൻപിലെത്തിയ സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമനെ കണ്ട് ആനന്ദബാഷ്പം തൂക്കിക്കൊണ്ട് മുനി അടുത്തു ചെന്ന് ആലിംഗനം ചെയ്തിരേറ്റു. ഭക്തിപൂർവ്വം അർഘ്യപാദ്യാദികൾ അർപ്പിച്ച് പൂജിച്ചിട്ട് ആദരപൂർവ്വം മുനി ശ്രീരാമന് ഭക്ഷിക്കാനായി മധുരമുള്ള കായ്കനികളും കിഴങ്ങുകളും സമർപ്പിച്ചു. ഭക്ഷണം കഴിഞ്ഞ് അല്പം വിശ്രമിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ മുനിയോട് അരുളി ചെയ്തു: പിതാവിന്റെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണനോടും സീതയോടും കൂടി ഞാൻ വനത്തിലേക്ക് പുറപ്പെട്ടു. ഇതിന്റെ കാരണമൊന്നും ഞാൻ പറയാതെ തന്നെ വേദാന്തികളായ നിങ്ങൾക്ക് അറിയാമല്ലോ. സീതയോടൊത്ത് സുഖമായി വസിക്കാൻ പറ്റിയ സ്ഥലം ഏതെന്ന് അരുളി ചെയ്യണം. ഈ പരിസരത്ത് എവിടെയെങ്കിലും കുറെ കാലം താമസിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങയെ പോലുള്ള
ദിവ്യന്മാർ വസിക്കുന്ന പ്രദേശങ്ങളിൽ എനിക്ക് താമസയോഗ്യമാണ്. ഇത് കേട്ട വാൽമീകി മഹർഷി പുഞ്ചിരിയോടെ പറഞ്ഞു, സകല ലോകങ്ങളും നിന്നിൽ വസിക്കുന്നു, നീ സർവ്വ ലോകങ്ങളിലും വസിക്കുന്നു. ആ നിലയ്ക്ക് ഒരു സാധാരണ വാസസ്ഥലം നിർദ്ദേശിക്കാൻ എങ്ങനെ കഴിയും? സീതാസമേതനായി വസിക്കാൻ പറ്റിയ സ്ഥലം നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞു തരാം. സംതൃപ്തരും സമദർശനമുള്ളവരുമായി, അന്യജീവികളിൽ ദോഷചിന്തയില്ലാത്തവരും ശാന്തരുമായി നിന്നെ ഭജിക്കുന്നവരുടെ മനസ്സ് നിന്റെ സുഖവാസത്തിന് യോജിച്ച മന്ദിരമാകുന്നു. നിത്യധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് നിന്നെ ഭജിക്കുന്നവരുടെ ഹൃദയകമലം നിനക്ക് സുഖവാസത്തിന് ഉത്തമ സ്ഥാനമാകുന്നു. പതിവായി നിന്നെ അഭയം പ്രാപിച്ച് ദ്വന്ദ്വഭാവമോ മോഹങ്ങളോ ഇല്ലാതെ നിരന്തരം നിന്റെ നാമമന്ത്രം ജപിക്കുന്നവരുടെ മനതാര് നിനക്ക് സുഖവാസയോഗ്യമാകുന്നു. ശാന്തരും അഹങ്കാരഹീനരും രാഗദ്വേഷങ്ങളകന്ന മനസ്സുള്ളവരും മൺകട്ടയും കല്ലും സ്വർണവും തുല്യമായി കാണുന്നവരുമായ ശ്രേഷ്ഠബുദ്ധികളുടെ മനസ്സ് നിന്റെ സുഖവാസത്തിന് യോഗ്യമാണ്. സകല കർമ്മങ്ങളും നിന്നിൽ അർപ്പിച്ച് നിന്നിൽ തന്നെ സമർപ്പിക്കപ്പെട്ട മനസ്സോടെ സന്തുഷ്ടരായി വസിക്കുന്നവരുടെ മനസ്സ് നിന്റെ സുഖവാസ മന്ദിരമാണ്. ഇഷ്ടപ്രാപ്തിയിൽ സന്തോഷിക്കാതെയും അനിഷ്ടപ്രാപ്തിയിൽ ദുഃഖിക്കാതെയും എല്ലാം മായയാണെന്ന വിചാരത്തോടെ കഴിയുന്നവരുടെ ദിവ്യമായ മനസ്സ് നിന്റെ വാസമന്ദിരമാകുന്നു. ജനനം, ശൈവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ 6 ഭാവങ്ങളിൽ വ്യത്യസ്തമായി ഉണ്ടാകുന്ന രൂപഭേദമെല്ലാം ചിന്തിച്ചു നോക്കിയാൽ ശരീരത്തിന് മാത്രമേ ഉള്ളുവെന്ന് കാണാം. വിശപ്പ്, ദാഹം എന്നിങ്ങനെയുണ്ടാകുന്ന ദുഃഖാദികളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഭജിക്കുന്നവരുടെ മനസ്സ് നിന്റെ സുഖവാസത്തിന് യോജിച്ച ഭവനമാണ്. സർവാന്തര്യാമിയും വേദാന്തവേദ്യനും സകലാധരനും സർവഹൃദ്യസ്ഥനുമായ നിന്നെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നവരുടെ മനസ്സിൽ നീ സീതയോടൊത്ത് നിസ്സംശയം വസിച്ചു കൊള്ളുക. നിരന്തരമായ യോഗ പരിശീലനം കൊണ്ട് ഉറച്ച മനസ്സുള്ളവരും സദാപി നിന്റെ പാദങ്ങളെ സേവിക്കുന്നതിൽ മുഴുകിയവരും ഭക്തി കൊണ്ട് മനസ്സലിഞ്ഞവരും സന്തുഷ്ട മനസ്സരുമായ ഭക്തരുടെ മാനസപത്മത്തിൽ അന്തർബോധമായി നീ വസിക്കുക. ശേഷം വാൽമീകി തന്റെ പൂർവകഥ പറയുന്നു. കാതുകൾക്ക് അമൃതമായ നിന്റെ നാമത്തിന്റെ മഹത്വം വർണ്ണിക്കാൻ ആർക്കും കഴിയുകയില്ല. രാമനാമത്തിന്റെ മഹത്വം കൊണ്ട് ഞാൻ ബ്രഹ്മർഷിയായി. ദുർബുദ്ധിയായ ഞാൻ പണ്ടു കാട്ടാളന്മാരുമായി ചേർന്ന് പലവിധത്തിലുള്ള മര്യാദകേടുകളും പ്രവർത്തിച്ചു. ബ്രാഹ്മണകുലത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമുള്ള ശ്രേഷ്ഠതയും ബ്രാഹ്മണോചിതമായ കർമ്മങ്ങളുമെല്ലാം ഉപേക്ഷിച്ചു. ശൂദ്രാചാരങ്ങളിൽ തൽപരനായി ഒരു ശൂദ്ര സ്ത്രീയുമൊത്ത് ഏറെക്കാലം വസിച്ചു. അവളിൽ ധാരാളം പുത്രന്മാരുമുണ്ടായി. നാണമില്ലാതെ കള്ളന്മാരോട് കൂട്ടുകൂടി അമ്പും വില്ലുമേന്തി എത്രയോ ജീവികളെ ചതിച്ചു കൊന്നു. ഈ ഋഷിവാടത്തിൽ വെച്ച് എത്രയോ ബ്രാഹ്മണരെ കൊള്ളയടിച്ചു. ഒരിക്കൽ സപ്തഋഷികൾ ഈ വഴിക്ക് വരുന്നത് കണ്ട് അവരുടെ വസ്ത്രങ്ങളും മറ്റും പിടിച്ചു പറിക്കാനായി വേഗത്തിൽ ഞാൻ അടുത്തു ചെന്നു. ചണ്ഡ സൂര്യനെ പോലെ തേജോമയന്മാരായ അവർ നിർദ്ധയനായി സമീപിച്ച ദുഷ്ടനായ എന്നെ ആ കൊടുങ്കാട്ടിനുള്ളിൽ വെച്ച് കണ്ടിട്ട് സംഭ്രമത്തോടെ പറഞ്ഞു, നിൽക്കൂ, നീ ഇവിടെ എന്തു ചെയ്യാൻ പോകുന്നു? ദുഷ്ട, സത്യം പറയൂ. മുനിമാർ സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ക്രൂരനായ ഞാൻ എന്റെ ഉദ്ദേശം അറിയിച്ചു. എനിക്കും പുത്രന്മാർക്കും ഭാര്യയും ഒക്കെയുണ്ട്. അവരുടെ വിശപ്പും ദാഹവും കൊണ്ടും വലഞ്ഞിരിക്കുന്നു. അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി ഞാൻ പിടിച്ചുപറി നടത്തുന്നു. നിങ്ങളുടെ പക്കൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കണമെന്ന് കരുതിയാണ് ഞാൻ വേഗത്തിൽ ഇങ്ങോട്ട് പോകുന്നത്. അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മുനിമാർ ആദരപൂർവ്വം എന്നോട് പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം. നിന്റെ കുടുംബാംഗങ്ങളോട് നീ ചെന്ന് ചോദിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ പാപം നിങ്ങൾ കൂടി പങ്കിട്ട് അനുഭവിക്കുമോ എന്ന്. നീ പോയി ചോദിച്ചിട്ട് മടങ്ങി വരുന്നത് വരെ ഞങ്ങൾ തീർച്ചയായും ഇവിടെ തന്നെ നിൽക്കാം. ഇത് കേട്ട് ഞാൻ മടങ്ങിച്ചെന്ന് ഭാര്യയോടും മക്കളോടും ചോദിച്ചു, ദുഷ്ടകർമ്മങ്ങൾ ചെയ്തു ഞാൻ നിത്യവും നിങ്ങളെ പോറ്റുന്നു. അവയുടെ ഫലം കുറേയൊക്കെ നിങ്ങൾ കൂടി അനുഭവിക്കുമോ? അതല്ല എന്റെ പാപമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണമോ? സത്യം പറയണം. ഞാൻ ചോദിച്ചതിന് മറുപടിയായി വീട്ടുകാർ പറഞ്ഞു, നിത്യവും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം കർത്താവല്ലാതെ മറ്റാരെങ്കിലും അനുഭവിക്കുമോ? അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചേ പറ്റൂ. അത് കേട്ട് വിരക്തി ഉണ്ടായിട്ട് ഞാൻ പല ചിന്തകളോടെ താപസന്മാർ നിൽക്കുന്ന സ്ഥലത്തു ചെന്ന് ദുഃഖത്തോടെ നമസ്കരിച്ചു. ആ നിത്യ താപസന്മാരുടെ സംഗമം കൊണ്ട് എന്റെ അന്ധക്കരണം പരിശുദ്ധമായി. അമ്പും വില്ലുമെല്ലാം ദൂരെ കളഞ്ഞിട്ട് ഞാൻ ആ മഹർഷിമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, നരകസമുദ്രത്തിൽ മുങ്ങിത്താഴാൻ ഒരുങ്ങിയ എന്നെ രക്ഷിക്കണേ. ശരണാർത്ഥികളെ രക്ഷിക്കുന്നതും മഹാത്മാക്കൾക്ക് ഭൂഷണമാണല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാദാന്തികത്തിൽ വീണ് കിടക്കുന്ന എന്നെ കണ്ട മുനിമാർ പറഞ്ഞു, എഴുന്നേൽക്കൂ, നിനക്ക് മംഗളമുണ്ടാകട്ടെ, നിനക്ക് എപ്പോഴും മനഃശാന്തി ഉണ്ടാകട്ടെ. സജ്ജന സമ്പർക്കം ഉടനെ ഫലം തരുന്നതാണ്. വിദ്വാൻമാരുടെ മഹത്വം ആ വിധത്തിലാണ്. ഇന്നു തന്നെ ഞങ്ങൾ നിനക്ക് ഒരു ഉപദേശം തരുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് സദ്ഗതി ഉണ്ടാകും. ധന്യരായ താപസന്മാർ പരസ്പരം നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവൻ വലിയ ദുർനടപടിക്കാരനായ ബ്രാഹ്മണാധമനാണ്. അതുകൊണ്ട് തന്നെ ദിവ്യന്മാർ ഇവനെ ഉപേക്ഷിക്കണം. പക്ഷേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു വരുന്ന അഭയാർത്ഥി എത്ര ദുഷ്ടനായാലും പ്രയാസങ്ങൾ സഹിച്ചു രക്ഷിക്കപ്പെടേണ്ടതാണ്.
സാക്ഷാൽ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം നൽകി മോക്ഷമാർഗം കാട്ടിക്കൊടുത്തു രക്ഷിക്കണം. അനന്തരം അവർ നാമത്തിലെ 2 വർണ്ണങ്ങൾ ക്രമം തെറ്റിച്ച് ഉപദേശിച്ചു തന്നു. നിത്യവും മരാമര എന്ന് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നീ ജപിക്കുക. ഞങ്ങൾ വീണ്ടും ഈ വഴിക്ക് വരുന്നതുവരെയും ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ അരുളി ചെയ്തിട്ട് ആ മുനിശ്രേഷ്ഠന്മാർ ആകാശമാർഗത്തിലൂടെ പോയി. ഭക്തിയോടെ അനന്തകാലത്തോളം മര എന്ന് ഞാൻ ജപിച്ചു കൊണ്ടിരുന്നു. എന്റെ ശരീരത്തിന് ചുറ്റും ഉറ്റുവളർന്നു മുടി. ബാഹ്യലോകം എന്നിൽ നിന്ന് മറഞ്ഞു. അങ്ങനെയിരിക്കെ പല സൂര്യന്മാർ ഉദിച്ചു വരുന്നത് പോലെ താപസന്മാർ എന്റെ മുൻപിൽ എഴുന്നള്ളി പുറത്തു വരൂ എന്ന് അവർ പറഞ്ഞത് കേട്ട് ഞാൻ പുറ്റിനുള്ളിൽ നിന്നും പുറത്തു വന്നു. വാൽമീകത്തിനുള്ളിൽ നിന്നും വന്നതുകൊണ്ട് അവർ എനിക്ക് വാൽമീകി എന്ന് പേരിട്ടു. നീ വേദജ്ഞനായ ബ്രഹ്മജ്ഞാനിയാകട്ടെ എന്ന് എന്നെ ആശീർവദിച്ചിട്ട് മഹർഷിമാർ മടങ്ങിപ്പോയി. അന്നു മുതൽക്കാണ് ഞാൻ ഈ വിധത്തിലായത്. രാമനാമത്തിന്റെ മഹത്വമാണ് എന്റെ ഈ മാറ്റത്തിനു കാരണം. ഇന്നിപ്പോൾ സീതാലക്ഷ്മണ സമേതനായി അങ്ങയെ കാണാനുള്ള ഭാഗ്യവും എനിക്ക് കൈവന്നു. പണ്ടെന്നോ ഞാൻ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമാണിത്. ദയാനിധിയായ ശ്രീരാമചന്ദ്രനെ കൺമുന്നിൽ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ മുക്തനായി എന്ന് പറഞ്ഞും കൊണ്ട് വാൽമീകി ഭഗവാന്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഹരി 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 ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണ നമോ നാരായണായ നമോ. രാഘവന്താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിത്തെ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമ്യമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതാ തനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കി നാടെങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സത്കാരമാനം കലർന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർസിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാനെന്തിന്നിതു തോന്നുവാൻ. ദുഷ്ടേ നിരാചരി ദുർവൃത്തമാനസേ
കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിന്നു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യ സൗവാഭരണഭൂഷിതഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു തഥാ കാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകെന്നേവരൂ ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു രാജയോഗം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം ഇത്തമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്തു പുത്രാഃ രാമാ സൗമിത്രേ ജനഗജേ രാമ രാമാ ത്രിലോകാഭിരാമം രാമാംഗാഃ മമ പ്രാണസമാനാ മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേ വീരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസി തൂണീരാദികളെല്ലാം കൈകൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർന്നടത്തിയിടിനാൻ ഭൂപനും നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായതു ലോകവും അന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതു ഭൂതലേ സ്ത്രീബാലവൃന്ദാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ട തിഷ്ട പ്രഭോ രാമദയാനിധേ ദുഷ്ടീകമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയതല്ലോ മമ ദൈവമേ ഇത്തരം ചൊല്ലി വിലാപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ മന്നവൻ താനും ചിരം വിലാപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗൃഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുക എന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിലാക്കിയിടിനാരന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചിതു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നമായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൊക്കോം ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേവരൂ മാനസത്തിങ്കലുറച്ചു മരുവിനാൻ പൗരജനത്തിൻ പരിവിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലൈക്യയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനിയുണരും മുമ്പേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരു തന്നേരം രാഘവന്മാരും ജനകതനുജയും തേരിലേറിയിടിനാരേ തുമറിഞ്ഞില്ല പൗരജനങ്ങളന്നേരം സുമന്ത്രരും
ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങളുണർന്നു നോക്കും നേരം കണ്ടേല രാമനെ എന്നു പറഞ്ഞതി കുണ്ഠിതന്മാരായി പുരം പോക്കുമേവിനാർ സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാവസിച്ചിടിനാരേവരും മംഗളദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം പോക്കു ജാനകി തന്നോടും മംഗള സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരെ മരുവീടിനാൻ ദാശരഥിയും വിദേഹതനുജയും ശിംശപാമൂലേ സുഖേന വാണിടിനാർ രാമാഗമന മഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോടു ഭക്ത്യൈവ സത്വരം പക്വഫലമതു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്ത്യൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണ ചാശ്ലേഷവും ചെയ്തു മന്ദഹാസവും പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേനികൾ കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു ധന്യനായേനടിയൻ നിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്രേ വസിച്ചരുളിയിടണം അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്ക നീ വാക്യം മതീയം മമസകേ സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യതത്വം ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം രാജ്യം മമൈതദ്ഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തതം കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു ശുദ്ധവട ക്ഷീരബോധികളെ കൊണ്ടു ബദ്ധമായോരു ജടാമകുടത്തൊടും സോദരൻ തന്ന കുശദാലാധ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പു കൊണ്ടിടിനാൻ പ്രസാദമൂർധ്നി പര്യങ്കേയതാപുര വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തിയെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ പർണ തൽപേ ഭുവി ദാരുമൂലെ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതു സ്വർണതൽപേ ഭവനോത്തമേ സത്പുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിക പല്ലവ പല്യങ്കസീനീവനാന്തരെ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി മന്ദരാചിത്തമാസ്തായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ
മുന്തരാച്ചിത്തമാസ്തായ കൈകേയിതൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ ശ്രുത്വാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മധ്വജ്ജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ ഗോഹേ ദുർജഗത്രയേ കസ്യ സുഖസ്യ വാഗ്ഗോപി ഹേതുസഖേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരുമുൾക്കാമ്പിലോർ ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്മാരുമുൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവൃഥ തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ ഞാനതിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജകർമ്മസൂത്രബന്ധം സഖേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ മൃത്യാരുദാസീന ബാന്ധവദ്വേഷ്യ മധ്യസ്ഥ സുഹൃജ്ജന ഭേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ ദുഃഖ സുഖം നിജ കർമ്മവശകതമൊക്കെ എന്നുൾക്കാമ്പു കൊണ്ടു നിനച്ചതിൽ യദ്യദാഗതം തത്ര കാലാന്തരേ തത്തദ്ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദഹർഷാദികൾ ചിത്തേ ശുഭാശുഭകർമ്മ ഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുത്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിലെത്രയുമല്ലെടോ. ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനും ഉണ്ടു ജലപങ്കജമെന്ന പോലെ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാമരുകുന്നു ഭുതജനം. ദുഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ ഇത്തം ഗുഹനു സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ. നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതുമടിയൻ തന്നെ മാനവവീരാ മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കു കേട്ട നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലാം പാങ്കിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭോധൻ മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ. രക്ഷിച്ചു കൊൾക നീയാപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ.
ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാറകൂലം ഗമിച്ചിടിനാർ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിനടിയനും ഒരു ആടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലാകിലേങ്കാലേണാംഗബിംബാനന ജഗദീപദേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവൻ നേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകെന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പോക്കു ചിന്തിച്ചു മരുവിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വായിക്കല്ലേ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭരദ്വാജാശ്രമ പ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്വാ സുഖേന വസിച്ചിതു പാദപമൂലേ ദലാഠ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ. ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നിതുടജാന്തികേ എന്ന വാർത്ത വൈകാതെയുണർത്തിക്ക എന്നപ്പോൾ. താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചെന്നാ ഭോഗ സന്തോഷമോട് ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിത വത്സല പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്തം സമുത്ഥായ ഹസ്തേ സമാദായ സാർക്ഷ്യപാദ്യാദിയും ഗത്വാ രഘൂത്തമ സന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്വാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജാൻവിതം. ആശീർവചനപൂർവം മുനിപുങ്കവൻ ആശയാനന്ദമിയെന്നരുളി ചെയ്തു. പാദരജസാ പവിത്രയാക്കിയിടു നീ വേദാത്മകാ മമ പർണശാലാമിമാം. ഇത്തമുക്തോടജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു. നിന്നോടു സംഗമമുണ്ടാക കാരണമിന്നു വന്നു തപസ്സാഫല്യമൊക്കവേ. ജ്ഞാതം മയാ തപോദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതു മായയാ ഭൂതലേ. ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനേനിന്നതിനെന്നടോ. ജ്ഞാനദൃഷ്ട്യാതവ ജ്ഞാനൈകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനകം. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ. ഇത്തമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി. ഉത്ഥാനവും ചെയ്തു ശശി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി. ഉത്തമമായ കാളിന്ദി നദിയെയും ഉത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി. ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം.
നാനാമുനികുല സങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമഫലദല സംയുതം തത്ര ഗത്വാ സമാസീനം മുനികുല സത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരേക്ഷണം ഇന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം ബാണതൂണീരധനുദ്ധരം വിഷ്ടപത്രാണ നിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോ വേദം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നീടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടഥ മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുരമധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാവനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാമറിയാമല്ലോ യാതൊരേടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ വരികയുണ്ടാശ മഹാമുനി ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന വസിപ്പാനുള്ള മന്ദിരമാഖ്യ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമസൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തൻ മനഃപങ്കജം തേ സുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേദത്തമായൊരു മനസ്തൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാക്തിക്കനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ ക്ഷുത്രിഭയ സുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിലാത്മാവിനില്ലേതും ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ ഭവന്തം പരം ചിത്തനം വേദസ്വരൂപമനന്തമേകം സതാം വേദാന്തവേദ്യമാദ്യം ജഗത്കാരണം നാനാന്തരൂപം പരബ്രഹ്മമു അച്യുതം സർവഗുഹാശയസ്തം സമസ്താധാരം സർവഗതം പരാത്മാനമലേപകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാമാത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപതേ സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം ത്വൽപാദ സേവാരതാത്മനാം സന്തതം ത്വന്നാമ മന്ത്ര ജപശുചി സന്തോഷ ചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണി ദയാവാരിതേ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ ചിന്മയനായ നിന്നാമ മഹിമയാൾ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം
ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടു കൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകഥ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ. മൂഢനായി മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനേ ഘോരമഹാവനെ. ദൃഷ്ടാസ സംഭ്രമം എന്നോട് അരുൾ ചെയ്തു തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകുന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ. നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്ക് എത്രയും ക്ഷുദ്രപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം, നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നുമൽ പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അത് കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചൊരോദരം. താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതബോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതന്നന്തഃകരണവും. ത്യക്വാ ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മന. രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രം ഉത്തിഷ്ഠതേ സന്തതം സ്വത്യസ്തു ചിത്തശുദ്ധി സദൈവസ്തുതേ. സദ്യഫലം വരും സജ്ജന സംഗമാത് വിദ്വജ്ജനാനാ മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം എന്നാൾ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷിനെന്നാകിലും. രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോഭിവ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാത് പരബ്രഹ്മബോധപ്രദാനേന. ഇത്തമുക്ത്വാ നാമവർണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരതം. ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തം അനുഗ്രഹം തദ്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. സത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൻ ഓടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടുന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാകൂതരാൽ. വാൽമീകമധ്യതോ നിന്നു ജനിക്കയാലാം മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. വാൽമീകിയാ മുനി ശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാക നീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും. വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ. കാണായ മൂലം വിമുക്തനായേനകം ത്രാണനിപുണ ത്രിദശകുലപതേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ
സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നമസ്തേ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നാളെ വൈകുന്നേരം 6:30 വീണ്ടും കാണാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശുഭരാത്രി.